നമ്മളെല്ലാം വളരെ ഇഷ്ടത്തോടുകൂടി സ്നേഹിക്കുന്ന കുട്ടി കവിതകളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു വിശ്വൻ കുടിക്കോട്. അപ്പോൾ ഈ പേര് തന്നെ കുടിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണോ സാർ താമസിക്കുന്നത്? ആ, അപ്പോഴും എനിക്ക് പറയാനുള്ളത്, ഈ നമ്മളുടെ യുവജനോത്സവം ഇത് തുടങ്ങിയ അന്ന് മുതൽ സാർ എല്ലാ സ്ഥലത്തിലുമുണ്ട്. അന്ന് മുതൽ ഇന്നലെ തൊട്ട് മൊത്തത്തിൽ നമ്മൾ കാണാൻ പറ്റിയ ഒരു കവിയാണ്, കുട്ടി കവിതകളുടെ സഹയാത്രികനാണ് അല്ലേ? അപ്പം സാറ് എന്താണ് അതിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും? വർഷങ്ങളായി കുട്ടികളുടെ മേഖലയായിട്ടൊക്കെ ഇടപെടുന്ന ഒരാളാണ്. അതിനു മുമ്പ് രാഷ്ട്രീയമായിരുന്നു. മനസ്സ് വളരെ കുട്ടിത്വമാണ് ഇഷ്ടം. നമുക്കെല്ലാം കുഞ്ഞുങ്ങളാവാനാണല്ലോ ഇഷ്ടം അല്ലേ? അതാണ് കുട്ടിത്വത്തിലേക്കാണല്ലോ നമ്മൾ പോകേണ്ടുന്നത്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. അതിൽ നിന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തനവും, അതിലെ ബാലവേദി, അതിലെ പിന്നെ ബാലസംഘം, പുരോഗമന കലാ സാഹിത്യ സംഘം, അതിനൊക്കെ പ്രവർത്തിച്ചു വന്നപ്പോൾ കുട്ടികളിലാണ് ശ്രദ്ധിക്കേണ്ടത്. കുട്ടികളെ ഏത് രീതി വളർത്തിക്കൊണ്ടുവരുന്നു അതേ രീതിയിലായിരിക്കും അവരേത് രീതി വളരുന്നു അതായിരിക്കും സമൂഹം. അതാണല്ലോ നമ്മുടെ ലോകം അല്ലേ? അപ്പൊ കുഞ്ഞുങ്ങളെ എങ്ങനെ വളരുന്നു എന്നുള്ളതാണ് ഇനിയുള്ള ലോകത്തെ വാർത്തെടുക്കുന്നത്. അവരെ നല്ല രീതിയിൽ വളർത്തുക. അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മള് കവിത ഒക്കെ കേട്ടല്ലോ, കവിതയുടെ ഒക്കെ എങ്ങനെയുണ്ട് നിലവാരം? കുട്ടികൾ ചെല്ലി നല്ലതുപോലെ ചെല്ലി എന്ന് വെച്ചാൽ ഉപജില്ല 20 പേരെ 10-30 പേരുടെ ഇടയ്ക്ക് ജയിച്ചു. അത് ജില്ലയിൽ വന്നു. അത് 10-12 ഉപജില്ലയിലും പിന്നെ ഉപജില്ലയിൽ നിന്ന് അപ്പീലിലൂടെ വന്ന 10-30 പേരിൽ നിന്ന് മത്സരിച്ച് മെയിനായിട്ട് വന്ന ആളാണ് ഇവിടെ പങ്കെടുത്തത്. ആ അർത്ഥത്തിൽ കവിത ചൊല്ലല് വിജയിച്ചു. പിന്നെ അതിനകത്ത് സംഗീതം ഒത്തിരി അങ്ങ് ചേർക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കവിതയിൽ സംഗീതത്തിന് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കാസറ്റ് കവിതകള് പിന്നെ മിമിക്രി ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കവിത ചൊല്ലലിൽ പോകുന്നു. അത് എന്നാ വന്നിരിക്കുന്ന പിന്നെ ജഡ്ജസ്മാരത് പറയണ്ടേ, ഇതിന്റെ കുഴപ്പം ഇന്നതാണ്, ഇത് ഇങ്ങനാണ്. ഇപ്പൊ അത് ഇന്നത്തെ തന്നെ അവസാനമായിട്ടൊരു കവിത ഇല്ലായിരുന്നു, നല്ല സുന്ദരമായിട്ട് ചൊല്ലിയ കുട്ടി. പിന്നെ ഇത് നമ്മുടെ ശബലമീ യാത്ര, അത് കാസറ്റിൽ എങ്ങനെ കൊടുത്തിരിക്കുന്നോ അതുപോലെ തന്നെ അതിനെയും കാട്ടി ഭേദമായിട്ട് പരിശീലിച്ച് ചൊല്ലി. പക്ഷേ അത് പിന്നെ ദൂരദർശനകത്ത് നമ്മുടെ യഥാർത്ഥ കവി കക്കാടത് ചൊല്ലിയതുണ്ട്, അതെടുത്തൊന്നിട്ട് നോക്ക്. എല്ലാം അത് അതിന്റെ മോഡിഫിക്കേഷൻ ഒക്കെ നടത്തിയത് കൊണ്ടുവന്ന് കോപ്പി ചെയ്യുന്നൊന്നും പഠിക്കുന്നത് അത് അവരുടെ കഴിവാ. അത് നമുക്ക് പ്രശ്നമൊന്നുമില്ല. അവര് ചൊല്ലിക്കോട്ടെ, അവർ നല്ല രീതിയിൽ ചൊല്ലിക്കോട്ടെ. പക്ഷെ കവി എന്താണ് ഉദ്ദേശിച്ചത് അത് സമൂഹത്തിൽ എത്തുന്നില്ല. കവി ഇറങ്ങുന്നുണ്ട്, പക്ഷെ വിജയിക്കുന്നുണ്ട്. കുട്ടികളുടെ കവിതകളാണ്. അപ്പം സാറ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൂട്ടിയിരുത്തി അതിനെ പരിശീലിപ്പിക്കാനുള്ളൊരു സാഹചര്യങ്ങൾ സാർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഞാൻ 10-40 വർഷമായിട്ട് കുട്ടികളെ സംഘടിപ്പിച്ച് ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. ജില്ലയിൽ പിന്നെ വേറെ സ്ഥലങ്ങളിൽ ക്യാമ്പ് നടത്തുന്നുണ്ട്. അഗതി മന്ദിരങ്ങളിൽ, പിന്നെ പത്തനാപുരം ഗാന്ധി ഭവനിൽ, കടയ്ക്കല്, പിന്നെ നമ്മുടെ അവിടെ ഒരു വിദ്യാർത്ഥിയുടെ കുട്ടികളെ പാർപ്പിക്കുന്ന ഇതുണ്ട്. എവിടെയൊക്കെയുണ്ട് അവിടെ എല്ലാം പോയി ക്ലാസ് നടത്തും. തെക്കൻ കേരളത്തിലെ എല്ലാ ഉപജില്ലയിലും ഒരുവിധപ്പെട്ട സ്കൂളുകളിലും ഒരുവിധപ്പെട്ട വായനശാലകളിലും എല്ലാം ഇടപെട്ട് കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് നടത്തുന്നു. കുട്ടികളുടെ കേളികൊട്ടെന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ സാംസ്കാരിക ബാലസാഹിത്യ പരിപാടിയുണ്ട്. അത് പാഠ്യപദ്ധതിയിലില്ലാത്ത കുറേ കാര്യങ്ങൾ, സമൂഹത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടുന്നത് സമൂഹത്തിലുള്ളതാണ്. എപ്പോഴും നമ്മൾ എഴുതുന്നതാണ്, പക്ഷെ കുട്ടിക്ക് അത് അറിയത്തില്ല. അതൊന്ന് പറഞ്ഞു കൊടുത്ത് കുട്ടിയെ പിടിച്ചിരുത്തിയാൽ വെച്ച് വ്യക്തിത്വ വികസനം എന്ന് പറയും. കുട്ടിക്ക് വ്യക്തിത്വ വികസനം, വ്യക്തി എന്തോന്ന് കുട്ടിക്ക് അറിയത്തില്ല. അപ്പൊ ആ കുട്ടിയെ വിളിച്ചിരുത്തി വ്യക്തി ശുചിത്വത്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു കൊടുക്കാം. അത് പറഞ്ഞു കൊടുത്തിട്ട് പഴയ കാര്യങ്ങൾ കവിതകളിലൂടെ തന്നെ, ആ കവിതകളിലൂടെയും പാട്ടിലൂടെയും. പാട്ടും കവിതയേ ഉള്ളൂ. ഇവിടെ യുവജനോത്സവത്തിന് ഇപ്പൊ 2 ദിവസം കൊണ്ട് സജീവമായി ഉണ്ട്, ഞങ്ങൾ കാണുന്നുണ്ട്. എന്താണ് ഈ വർഷത്തെ നമ്മുടെ യുവജനോത്സവത്തിന്റെ ഈ ഒരു സംഘാടനം? നമ്മുടെ ഉത്സവമാണ്. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു ആൾബലം ഒന്നും ഇവിടെ ഇവിടെ ഇപ്പം സോപാനത്തിലും നമ്മുടെ ആശ്രാമത്തിലും മാത്രമേ ഉള്ളൂ. കാണികൾക്ക് സമയം ഇത് കാണാനായിട്ട് അത്രയും ഇതായിട്ട് എടുക്കുന്നില്ല അല്ലേ? വരുന്നില്ല. അപ്പൊ ഇവിടെ എല്ലാം ഈ പരിസരത്താണ്ട് 10-20 വേദിയുണ്ട്. കലയുടെ മാമാങ്കമായിട്ട് പോലും ആൾക്കാർ അതിന് ഇവിടെ ഉണ്ട്. നാടകത്തിന് സോപാനത്തിൽ ആളുണ്ട്. ചില സ്റ്റേജുകളിൽ കണ്ടു നമ്മള് നിറച്ച ആളുണ്ട്. ആശ്രാമത്തും അതുപോലെ കണ്ടു. മെയിൻ സ്റ്റേജിലും
അതിലുപരി പിന്നെ ചെന്ന വരുന്ന അധ്യാപകരും ഉണ്ട്. പിന്നെ കൂടാതെ രക്ഷിതാക്കളും അതും ഇതൊക്കെ ഉള്ളു, പരിമിതിയാണ്. ഞാൻ എല്ലാ സ്റ്റേജിലും ഒക്കെ പോയി, എങ്കിലും സർക്കാർ ചിലവാക്കി ഈ കൗമാരപ്രായക്കാരുടെ ഈ ഒരു മാമാങ്കം ഇതിവിടെ വന്നതിൽ സന്തോഷമുണ്ട്. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് വേണ്ടി ചെയ്യണം. വളർത്തിയെടുക്കുന്ന അധ്യാപകരും മാതാപിതാക്കളും ഉണ്ട്. അവരോട് എന്താണ് അത് കുട്ടികൾക്ക് വേണ്ടി നിൽക്കുക. കുട്ടികളുടെ സർഗവാസന വളർത്തിയെടുക്കാൻ വേണ്ടി പ്രദേശത്തുള്ള വായനശാലകൾ സജീവമാവുക. ഓക്കെ. അപ്പൊ കരുതൽ ന്യൂസിനോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന് ഒത്തിരി നന്ദി. താങ്ക് യു.